डालें तो हम देखते हैं कि जब जब इंसान मजहब से दूर हुआ या मजहब की तालीम से दूर हुआ, वहां से इंसान बुराइयों में मुलव्वस होते गया. ചരിത്രം നാം പരിശോധിക്കുകയാണ് എങ്കിൽ മനുഷ്യൻ എപ്പോഴാണോ മതാധ്യാപനങ്ങളിൽ നിന്ന് വിദൂരപ്പെട്ടത് അപ്പോഴെല്ലാം തന്നെ മനുഷ്യന്റെ മൂല്യങ്ങൾ കുറഞ്ഞു പോയതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. और ये बुराइयां आखिरकार इंसान को जंग के मुंह तक लेकर गई. और हम देखते हैं जंग वर्ल्ड वार जो फर्स्ट हुआ, सेकंड हुआ, ये इसकी असल वजह यही थी कि इंसान मजहब से दूर हो गया. ഈ മനുഷ്യന്റെ ഈ ഒരു പ്രവണത അവസാനം മനുഷ്യരെ യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും തന്നെ ഈ ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. तो इस इजलास के माध्यम से हम तमाम न्यू जनरेशन जो मजहब से दूर हो रही है और मुख्तलिफ बुराइयों में ज्यादा मुलव्वस हो रही है, इसको हम दूर करने के लिए आज इस इजलास के जरिए से ये तहरीक करते हैं कि तमाम मज़ाहिब के जितने भी मानने वाले हैं उनको अपनी तालीमात पर न्यू जनरेशन को लाने के लिए कोशिश करनी चाहिए. അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മേളനങ്ങളിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുതിയ തലമുറയെ, പലവിധത്തിലുള്ള തിന്മകളിലും മുങ്ങിക്കുളിച്ചിരിക്കുന്ന നമ്മുടെ പുതിയ തലമുറയെ ഇതിലൂടെ മത അധ്യാപനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് മതങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. इसलिए हमें चाहिए कि ज्यादा से ज्यादा हमारे न्यू जनरेशन के लड़कों को या लड़कियों को जितने भी है उनको अपने अपने धर्मों के बारे में सही तालीमात दें ताकि वो बुराइयों में मुलव्वस ना है और आखिरकार ऐसा ना वक्त आए कि जिसको हम जंगी अजीम यानी वर्ल्ड वार कहने लग जाए. ഇങ്ങനെ നമ്മുടെ പുതിയ തലമുറയെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിക്കുന്നതിനു വേണ്ടി അവർക്ക് അവരുടെ മതങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാക്കുകയും മതാധ്യാപനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം അവസാനം നമ്മുടെ ഈ മതങ്ങളിൽ നിന്നുള്ള വിദൂരപ്പെടൽ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കുന്നതിനു വേണ്ടി. आखिर में मैं आप सबके सामने यही कहना चाहूंगा कि मुस्लिम जमात अहमदिया की तरफ से आप लोगों को आने के लिए दावत दी गई और आपने इतना मौसम खराब होने के बावजूद भी हमारी दावत को कबूल किया और इस महफिल में आके सिख भाई और इसी तरह हिंदू और इसी तरह जैन मजहब अपनी प्यारी प्यारी तालीमात जो है ना हमें सुनाया, जिसको हम तहा दिल से जो है ना याद रखेंगे. അതുകൊണ്ട് തന്നെ ഈ മോശമായിരിക്കുന്ന കാലാവസ്ഥയിൽ പോലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നിങ്ങൾക്കെല്ലാവർക്കും, അതേപോലെ തന്നെ വിവിധ മതങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞ ക്രിസ്തു മതത്തെക്കുറിച്ചും അതേപോലെ തന്നെ ജൈൻ മതത്തെക്കുറിച്ചും ഹിന്ദു മതത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ അതിൻ്റെ മതാനുയായികൾക്കും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. आखिर में मैं यही कहूंगा कि मजहब नहीं सिखाता आपस में बैर रखना, मजहब नहीं सिखाता आपस में बैर रखना, हिंदी है हम हिंदुस्तान हमारा. അവസാനമായി ഞാൻ പറയുന്നത്, മതങ്ങൾ, ഇക്ബാലിന്റെ ഒരു കവിതയാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. മതങ്ങൾ ഒരിക്കലും തന്നെ പരസ്പരം വിദ്വേഷം പഠിപ്പിക്കുന്നില്ല. നമ്മളെല്ലാവരും തന്നെ ഇന്ത്യക്കാരാണ്. ഈ ഹിന്ദുസ്ഥാൻ, ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. ജീവിതം മുഴുവനും ഇസ്ലാമിന്റെയും അഹമ്മദിയത്തിന്റെയും സേവനത്തിനായി വിനിയോഗിച്ച, ഒരു നീണ്ടകാലം ഉത്തര കേരളത്തിൽ അഹമ്മദിയ മിഷണറിയായി പ്രവർത്തിച്ച, ഇപ്പോൾ കാദിയാനിൽ ദേശീയ ഉപമേലധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ജനാബ് മൗലാന മുഹമ്മദ് ഉമർ സാഹിബിന്റെ മൗന പ്രാർത്ഥനയോടുകൂടി നമുക്ക് പിരിയാം. അതിനു മുമ്പ് അതിഥികൾക്കുള്ള ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം നൽകുന്നതിനായി ജനാബ് മുഹമ്മദ് ഉമർ മൗലവി സാഹിബിനെയും അത് ഏറ്റുവാങ്ങാൻ വിശിഷ്ടാതിഥികളെയും ക്ഷണിക്കുന്നു. അടുത്തതായി ദുആ ആണ്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ രീതി കൈ ഉയർത്തിക്കൊണ്ട് സൈലൻ്റായി നിശബ്ദമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇതര മതസ്ഥർ അവരുടെ രീതി അനുസരിച്ച് അവർക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇപ്പോഴ് മൗലാന മുഹമ്മദ് ഉമർ സാഹിബ് ദുആ ചെയ്യുന്നതായിരിക്കും. ആ ദുആയിൽ അഹമ്മദികളെല്ലാവരും തന്നെ നമ്മുടെ രീതിയിൽ ദുആ ചെയ്യുവാനായിട്ട് അപേക്ഷിക്കുന്നു. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്തു മതസ്ഥരും ബന്ധുക്കളൊറ്റ കുടുംബജാതർ
സിക്കുകൾ, പാർസികൾ, ജൂതരും ജൈനരും അക്കുടുംബാംഗങ്ങൾ തന്നെ നൂനം. ലോകങ്ങൾ സൃഷ്ടിച്ചു പാലിക്കുമീശ്വരൻ ഏകനെന്നോതുന്നു വേദമെല്ലാം. നാനാമതസ്ഥരാം മാനവരൊക്കെയും നൂനമാ സൃഷ്ടാവിൻ സന്തതികൾ.